കോതമംഗലം മുനിസിപ്പൽ സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും ഷീ ടോയ്ലറ്റ് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചു. മറപ്പുര വെച്ചുകെട്ടിയായിരുന്നു പ്രതിഷേധം. കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള മാലിന്യങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡല കമ്മിറ്റിയാണ് സമരം സംഘടിപ്പിച്ചത്. അടച്ചുപൂട്ടിയ ഷീ ടോയ്ലറ്റ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കംഫർട്ട് സ്റ്റേഷന് മുമ്പിൽ മറപ്പുര സ്ഥാപിച്ചായിരുന്നു സമരം. നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് എൻ ഡാനിയലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരത്തിന്റെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ നിർവഹിച്ചു. ആധുനിക സൗകര്യത്തിന് പോലും അവസരമില്ലാതെ ബോധപൂർവ്വത്തെ ജനങ്ങൾ ദുരിതത്തിലാകുമ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ശ്രീ എൽദോസ് ഡാനിയലിന്റെ നേതൃത്വത്തിൽ, ശ്രീ അനൂപിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ ജനകീയ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ദിവസം ഞങ്ങൾ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിലേക്ക് വരികയാണ്. ഇന്ന് സമരം പ്രഖ്യാപിച്ച് എൽദോസ് ഡാനിയലിന്റെ ബോർഡ് കോതമംഗലത്ത് വെച്ചപ്പോൾ ഇന്ന് രാവിലെ ദ്രുതഗതിയിൽ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു. ഞങ്ങൾ രാവിലെ നോക്കുമ്പോൾ ഇവിടെ കഴുകുന്നു, ഇവിടെ ശരിയാക്കുന്നു, ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നു. തീരുമോ? ഇവിടെ ഇതിന്റെ മുന്നിൽ കൊണ്ടുപോയി അത്ര ഒഴിച്ചിട്ട് കാര്യമില്ല എന്ന് മുനിസിപ്പൽ ചെയർമാനോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്ത് ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ശാശ്വതമായി പരിഹരിക്കാതെ ഇന്ന് രാവിലെ കാണിച്ചതുപോലെ ഒരു ഒപ്പിക്കൽ പരിപാടി നടത്തിയാൽ ഇതിന് പരിഹാരമുണ്ടാകില്ല എന്ന് പ്രിയപ്പെട്ടവരെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേസ്റ്റ് മുഴുവൻ പോകുന്നത് കുന്നൂർത്തോട്ടിലേക്കാണ്. അനൂപ് ഇട്ടൻ, സൈജൻ ചാക്കോ, അനൂപ് കാസിം, ബേസിൽ തണ്ണിക്കോട്ട്, അജീബ് ഇരമല്ലൂർ, ചന്ദ്രലേഖ ശശിധരൻ, അലി പടിഞ്ഞാറേച്ചാലിൽ, അഡ്വക്കേറ്റ് ജോർജ് ജോസ്, ശശി കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.